ഉമ്മാനോട് ചോദിക്കലുണ്ട് മറ്റേ ഓള് മക്കളെ ആദ്യത്തെ ഭർത്താവിൻ്റെ മക്കളെ നിങ്ങളുടെ അടുത്താക്കിയിട്ട് റമീസിൻ്റെ വീട്ടിലല്ലേ താമസം എന്നുള്ളത്. അപ്പം അത് പിന്നെ എല്ലാവരും ആഗ്രഹം പോലെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതല്ലേ റമീസ്ക. അതുകൊണ്ട് മക്കളെ നമ്മൾ ഉമ്മാൻ്റെ അടുത്തേക്കാക്കി നമ്മൾ താമസം മാറിയിട്ടാ. വീട് മാറിയത് മനസ്സിലാവുന്നില്ല. കയറി. അപ്പം ഇതാണ് നമ്മുടെ പുതിയ വീട്. അവസാനം നമ്മൾ വീട് മാറി. പിന്നെ കുട്ടികളെ ഉമ്മാൻ്റെ കൂടെ ആക്കി. ഞാൻ റമീസ്ക്ക് മാത്രമായിട്ടാണ് ഇപ്പം മാറിയിട്ടുള്ളത്. അല്ല, ഇതെന്താ പരിപാടി? ഇതാ നമ്മൾ താമസം മാറിയത്. ശരിയല്ലേ? വീട് മാറിയത് മനസ്സിലാവുന്നില്ല. കയറി. അപ്പം ഇതാണ് നമ്മുടെ പുതിയ വീട്. ഇൻട്രോ പറയണ്ട. ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇടയ്ക്ക് മുങ്ങി ഇടയ്ക്ക് പൊങ്ങുന്ന രണ്ടുപേര് ഇപ്പം നിലവിലുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പിന്നെ അങ്ങ് നാട്ടിൽ തന്നെയാണ് ഉള്ളത്. നമ്മളങ്ങനെ മറ്റെന്താ നമ്മൾ ഇതിനകത്ത് കൊടുത്ത പോലെ എന്താ റമീസ്ക തമിഴ്നാട്ടിൽ കൊടുത്ത പോലെ നമ്മളങ്ങ് വീട് മാറി. അവസാനം നമ്മൾ വീട് മാറി. പിന്നെ കുട്ടികളെ ഉമ്മാൻ്റെ കൂടെ ആക്കി. ഞാൻ റമീസ്ക്ക് മാത്രമായിട്ടാണ് ഇപ്പം മാറിയിട്ടുള്ളത്. അപ്പോൾ നിലവിൽ നമ്മൾ ജില്ല തന്നെ മാറിയിട്ടാ. വീട് മാറിയെന്ന് പറയാൻ പറ്റില്ല, ജില്ല തന്നെ മാറി. മറ്റേ കണ്ണൂർ ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിലോട്ടേക്ക് എത്തി. എല്ലാവർക്കും കൂടെ ഒരു ഇതാണ്. കാരണം വെച്ചാല് നമ്മളെപ്പോഴും മക്കളെ കൂടി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തുകൂടെ ചില ആൾക്കാരങ്ങനെ കുത്തി പറയാറുണ്ട്. അപ്പൊ നമ്മൾ തീരുമാനിച്ചു ഇനി അങ്ങനെ മാറാന്ന്. അങ്ങനെയല്ല, നമ്മള് വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം മക്കള് നമ്മൾ ഒന്നിച്ചിട്ടാ നിൽക്കുന്നതിന്. പക്ഷെ കുറെ ആൾക്കാരെ കാണാത്തവരാണോ ഇനി അറിഞ്ഞോണ്ട് ഇരിക്കുന്നതാണോ എന്നറിയില്ല. ഉമ്മാനോട് ചോദിക്കലുണ്ട് മറ്റേ ഓള് മക്കളെ ആദ്യത്തെ ഭർത്താവിൻ്റെ മക്കളെ നിങ്ങളുടെ അടുത്താക്കിയിട്ട് റമീസിൻ്റെ വീട്ടിലല്ലേ താമസം എന്നുള്ളത്. അപ്പം അത് പിന്നെ എല്ലാവരും ആഗ്രഹം പോലെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതല്ലേ റമീസ്ക. അതുകൊണ്ട് മക്കളെ നമ്മൾ ഉമ്മാൻ്റെ അടുത്തേക്കാക്കി നമ്മൾ താമസം മാറിയിട്ടാ. ഇങ്ങനെ കേൾക്കുമ്പോൾ സന്തോഷമാകുന്നവരുണ്ടാവും, ഇത് കേൾക്കുമ്പോൾ വിഷമാകുന്ന ആൾക്കാരുണ്ടാവും. സന്തോഷമാകുന്നവർ മറ്റേ നമ്മളെ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നവരാണ്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നെഗറ്റീവ് പറയുന്നില്ല. ഇപ്പോൾ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര കാലമായി ഞാൻ ഇത് ഡെലിവറി ആവാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നിട്ട് ഇപ്പോഴും എൻ്റെ ഉമ്മയെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ എനിക്കിതൊന്നും പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ആഗ്രഹം പോലെ മക്കളെ ഉമ്മാൻ്റെ കൂടെ ആട്ടോ ഉള്ളത്. അപ്പം നമ്മളെ പുതിയൊരു വീട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കട്ടെ അല്ലേ? ചെറിയ വീടാണ്, നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. ഞാൻ എടുക്കാം റമീസ്ക, നിങ്ങൾ വീട് കാണിച്ചു കൊടുത്തോ. നമുക്ക് നടന്ന് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ശരി പോയിക്കോ, നിങ്ങൾ കാണിച്ചു കൊടുത്തു. പിന്നെ ക്യാമറാമാനും ഞാനാവാട്ടാ. ഇതാണ് നമ്മളെ ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ എന്താ പറയാ സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഹോള് ഇവിടെയുണ്ട്. സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മളൊന്നും വെച്ചിട്ടില്ല. നമ്മളെല്ലാ സാധനങ്ങളും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വീടിപ്പം നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ബാത്റൂം, ഇവിടുത്തെ വാഷ്റൂം, പിന്നെന്താ അടുത്ത ബെഡ്റൂം വലിയ സൗകര്യങ്ങളൊന്നുമില്ല കേട്ടോ, ഒരു നോർമല്. എന്നാൽ നമുക്ക് 2 പേർക്കും അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടല്ലേ? അതെ, ഇത് അടുത്ത ബെഡ്റൂം. ഇത് ആ കട്ടിലിൽ കിടക്കുന്ന സാധനം എൻ്റെ. അതെ, ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഉറങ്ങാം. അങ്ങനെ റമീസ്ക്കൊക്കെ കിടക്കാൻ പറ്റുള്ളൂ, എനിക്ക് പറ്റില്ല കേട്ടോ. എൻ്റെ പ്രഗ്നൻസിയിൽ റമീസ്ഖാനേക്കാളും കൂടുതൽ ഞാൻ ആശ്രയിച്ചിട്ടുള്ള ഒരാൾ. സമാധാനമായിട്ട് രാത്രി ഉറങ്ങണമെങ്കിൽ വേണം. ഇത് വാങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ബൈ ആട്ടോ ഗർഭിണികൾക്ക്. പണ്ടൊന്നും ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് പിന്നെ നമ്മുടെ അടുക്കി പുറകെ വെക്കേണ്ട സാധനങ്ങൾ നമ്മൾ കുറച്ച് സാധനങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, കുറച്ച് ഡ്രസ്സസ് മാത്രം. വന്നിട്ട് പെട്ടെന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ ഒന്ന് എടുത്തു വെക്കാന്ന് വിചാരിച്ചു. എപ്പോൾ അപ്ലോഡ് ചെയ്യുന്നൊന്നും അറിയില്ല. പിന്നെ ഇവിടെ ഒരു അത്യാവശ്യം കൊതുക് ഇപ്പൊ ഇവിടെ ഉണ്ട്. അപ്പം കൊതുക് തിരിയെല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാഷ്റൂമും കൂടി ഉണ്ട് കേട്ടോ, ഈ റൂമിലും കൂടെ. ഇതും കുഴപ്പമില്ല, അറ്റാച്ച്ഡ് ആണ്. അത്യാവശ്യം നല്ല ബാത്റൂം ആണ്. എല്ലാവരുടെയും കണ്ണാടിയെല്ലാം ഉണ്ട് നമുക്ക് മുഞ്ചി വെക്കാൻ. പിന്നെ നമ്മുടെ കിച്ചൺ നമ്മൾ അവിടെ ഇല്ല പോലെ വലിയ കിച്ചൺ ഒന്നുമല്ല. അല്ല, 2 പേർക്ക് ഇത്രയല്ലേ വേണ്ടു.
ഇതാണ് ഡൈനിങ് ഹാൾ കേട്ടോ. ചെറിയൊരു 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പിൽ ഒരു ചെറിയ ടേബിളും 4 ചെയറൊക്കെ കൊടുത്തിട്ടുള്ളൂ. ഇത് കിച്ചൺ. ലൈറ്റ് വന്ന് പരിചയപ്പെട്ട് വരുന്നുള്ളൂ ലൈറ്റിനെല്ലാം. പിന്നെ ഇതാണ് കുഞ്ഞ് കിച്ചണ്. അപ്പം നമ്മൾ അവിടുത്തെ ഹോം ടൂർ ചെയ്യുമെന്ന് എല്ലാവരും ഇങ്ങനെ ചോദിക്കലുണ്ട്. അപ്പം എനിക്ക് അവിടുത്തെ ചെയ്യുമ്പോൾ ഞാൻ 2 നിലയും ചെയ്യണമല്ലോ, എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ചെയ്യാണ്ടിരുന്നത്. പിന്നെ അത് പുറത്തോട്ടേക്കുള്ള വഴി, വർക്ക് ഏരിയ ഒന്നുമില്ല, ഈ ഒരു കുഞ്ഞു കിച്ചൺ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ഫ്രിഡ്ജ്. പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഉണ്ടല്ലോ, കാരണം വന്നിട്ടല്ലേ ഉള്ളൂ, കുറച്ച് ഐറ്റംസ്, ചെറിയ ഐറ്റംസ് മാത്രം. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ, വീടിൻ്റെ വിശേഷങ്ങൾ. വീട്ടിലെത്താ കിട്ടിയില്ല. പിന്നെ കൊതുകിനെ കൊല്ലാന്നുള്ളത് ഒരു എന്റർടൈൻമെന്റ് ആയി മാറിയിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഷട്ടിൽ ബാറ്റ് കളിയാണ് ഇവിടെ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഈ പുതിയ വീട്ടിലെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ കുറച്ച് ചെറിയ വിശേഷങ്ങളും കൂടി ഉണ്ട്. ഇനി വീഡിയോസ് വരാനുണ്ട്, നമ്മുടെ ഡെലിവറി ഡേറ്റ് എല്ലാം അടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒന്നിച്ചിട്ട് സംസാരിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇരുന്ന് സംസാരിക്കാം. കുറേ നാളായി ക്യാമറയെല്ലാം നോക്കി സംസാരിച്ചിട്ട്. ചെറിയ കിടപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഡെലിവറി ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി പുതിയ അതിഥിയെല്ലാം വരാനിരിക്കുന്നുണ്ട്. സൗണ്ട് കുറവാണെന്ന് അറിയില്ല, രക്ഷയില്ലേട്ടാ, നല്ല കൊതുക. അപ്പം ഇനി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാട്ടാ നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്നത്. പിന്നെ ഇൻട്രോനകത്ത് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മക്കളെ ആരുടെ ആക്കിയൊന്നുമല്ല. നമ്മളിപ്പോൾ വന്നേക്കുന്നത് എൻ്റെ ഡെലിവറീൻ്റെ ഭാഗമായിട്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും മുമ്പ് 2-3 വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. പിന്നെ ഓമശ്ശേരി ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. അപ്പം ഓമശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് 100 കിലോമീറ്റർ ഗ്യാപ്പ് ഉണ്ട്. അപ്പം എൻ്റെ പ്രഗ്നൻസിയിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഇവിടത്തോട്ട് മാറേണ്ടി വന്നു. നമ്മൾ ഡോക്ടർ, നാട്ടിൽ കാണിക്കുന്ന ഡോക്ടറായാലും ഇവിടുത്തെ ഡോക്ടറായാലും പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈമിൽ ഇവിടെ അടുത്ത് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എവിടെയെങ്കിലും താമസിക്കാനാണ് പറഞ്ഞത്. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ടേക്ക് പോകുക എന്നുള്ള രീതിക്ക് പറഞ്ഞത്. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. നമ്മൾ വന്നത് മാത്രമല്ല, നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനൊരു വീട്, ഒരു അത്യാവശ്യം നല്ലൊരു വീട് അല്ല, ഇത് ക്വാർട്ടേഴ്സ് ആണ്. പക്ഷേ ലൈക്ക് ഇതൊരു ഫ്ലാറ്റ്, ഒരു 4 ഫാമിലിയായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫ്ലാറ്റാണ്. പിന്നെ ഓമശ്ശേരി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തൊരു 10 മീറ്റർ ചുറ്റോളം ഉള്ളോട്ട്, കുറച്ച് ഉള്ളോട്ടേക്ക് വരണം. സംഭവം മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടേക്ക് വരണം. പക്ഷേ 100 മീറ്റർ ചുറ്റളവിൽ. പിന്നെ കുറച്ച് ഉള്ളോട്ടേക്ക് വരണമെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് ഇറങ്ങി വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തവർക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഓമശ്ശേരി ഹോസ്പിറ്റലിലോട്ടേക്ക്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു നൈബറിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന. അതല്ലേ? അതന്നെ ഈ ഒരു ഫ്ലാറ്റ് നോക്കുന്നൊരു ലേഡി. അവര് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പം അവര് സംസാരിച്ച് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് പുള്ളിക്കാരിയുടെ ഭർത്താവും എല്ലാം ഓക്കെയാണ്. നല്ല ആൾക്കാരാട്ടാ. നമ്മൾ ഇതിനു വേണ്ടി കോണ്ടാക്ട് ചെയ്തത് അത് പ്രത്യേകം എടുത്ത് പറയണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ നിന്നാണ് എനിക്ക് ഹെൽപ്പ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുമയ്യ ജാസിമിനോ അങ്ങനെ എന്തോ ആണ് പേര്. സത്യത്തിൽ അവരുടെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ ഇൻസ്റ്റഗ്രാമിൻ്റെ ഇടയ്ക്ക് എൻ്റെ വിശേഷങ്ങളെല്ലാം ചോദിച്ച് മെസ്സേജ് അയക്കുന്ന നമ്മളെ യൂട്യൂബ് ഫാമിലി ആയിട്ടുള്ള ഒരാളാണ്. നമുക്ക് ഈ ഒരു ഞാനിങ്ങനെ ചോദിച്ചു അവരുടെ അടുത്ത്. പിന്നെ എനിക്കിങ്ങനെ ഒരു സ്റ്റേ വേണം, അവിടെ അടുത്ത് വേണം, എന്തെങ്കിലും അറിയുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒരു കോണ്ടാക്ട് നമ്പർ തന്നു. അവരാണ് നമുക്കിതിപ്പം ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടി അല്ലേ? പെട്ടെന്ന് തന്നെ കിട്ടി. അതുപോലെ തന്നെ റേറ്റ് നല്ല രീതിയിൽ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെയാണ് കേട്ടോ ഇത് കിട്ടുന്നത്. ഇതിനകത്ത് ഈ ഒരു റേറ്റിൽ ഈ ഒരു വീട് അടിപൊളിയാണ്. പിന്നെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മളെങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഹെൽപ്പ് ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാട്ടോ പറയുന്നത്. ഓമശ്ശേരി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് 100 മീറ്റർ ചുറ്റളവിലാന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ മുക്കർ റോഡ്, അതായത് ഓമശ്ശേരി ഹോസ്പിറ്റലിൽ മുക്കർ റോഡ് കയറി കഴിഞ്ഞാൽ ഒരു ഓമശ്ശേരി ഹോസ്പിറ്റൽ, ഇതിൻ്റെ പേരും കൂടെ പറഞ്ഞുതരാം, സിറ്റി ഹോം സ്റ്റേ. ഹോം സ്റ്റേ ആണ് കേട്ടോ ഇത്. അപ്പം
അത് അവിടുന്ന്, അതായത് ഓമശ്ശേരി ഹോസ്പിറ്റലിൽ അവിടുന്ന് ഒരു കുന്ന് കയറി കഴിഞ്ഞ് ഇറക്കത്തിൽ തന്നെ എക്സിറ്റ് 2 എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, പോക്കറ്റ് റോഡ് ഉണ്ട്. ആ പോക്കറ്റ് റോഡ് കയറി കഴിഞ്ഞാൽ നേരെ ഇവിടത്തോട്ടാണ് വരുന്നത്. അടുത്ത് തന്നെയാണ്. പിന്നെ വേറൊരു പറഞ്ഞാൽ ഈ ഒരു റേറ്റിന് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരേണ്ടതൊന്നും വന്നിട്ടില്ല. നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുള്ള പാത്രങ്ങൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, ഇതുപോലെ തന്നെ ഈ ഡൈനിങ് ഏരിയ, പിന്നെ ബെഡ്, കട്ടിൽ, AC, ഫാന്, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വരുമ്പോഴത്തേനും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. അല്ല, ആകെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാനായിട്ട് ഈ കൊതുകാണ്. ഈ കൊതുക് എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു 2-3 ദിവസം ആയുള്ളൂ പോലും ഇതിങ്ങനെ വന്നിട്ട്. പക്ഷെ അതിനുള്ള ഒരു സൊല്യൂഷൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി തരാൻ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം വേറെ ഒരു ബുദ്ധിമുട്ടില്ല. ആകെ ഉള്ളൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വിഷമം എന്ന് പറയുന്നത് അസുബൂനെയും ആച്ചിനെയും കൂട്ടാണ്ട് ഒരാഴ്ചത്തെ ഗ്യാപ്പിൽ എന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായി. പെയിനും കൺട്രാക്ഷൻ പോലെയെല്ലാം വന്നിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ടൈം ആയിട്ടുമില്ല. അപ്പം റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് കരുതി നമ്മൾ ഇന്ന് വരാൻ വിചാരിച്ചല്ല, നമ്മൾ ഈ ദിവസങ്ങളിൽ വരാൻ വിചാരിച്ചല്ല, ചെക്കപ്പിന് വന്നിട്ട് തിരിച്ചു പോകണമെന്ന് വിചാരിച്ചല്ലേ. അപ്പം ബുദ്ധിമുട്ട് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെ നിൽക്കണ്ട, പൊയ്ക്കോ. പിന്നെ കുട്ടികളെ കാര്യമായിരുന്നു പിന്നെ നമുക്ക് വിഷമം എന്ന് പറയുന്നത്. മെയിനായിട്ട് ഹസ്ബൂനെ മാറ്റിയെത്തുമ്പോൾ കാരണം 4 വയസ്സാവുന്നല്ലേ ഉള്ളൂ. ആച്ചിക്ക് പിന്നെ കാര്യങ്ങൾ അറിയാം. നിങ്ങൾ കുറേ ബാക്കോട്ട് പോയോ? കുറച്ച് അപ്പോൾ അവരെ ഒരാഴ്ചത്തെ ഒരു ഗ്യാപ്പ് കിട്ടാം. അവർ പിന്നെ ഹസ്ബൻഡ് സ്കൂളിലെ ആനുവൽ ഡേ ആണ്. അപ്പോൾ മദ്രസയിൽ എക്സാം 8-ാം തീയതി എക്സാം തുടങ്ങുന്നത്. അതല്ല, അസുബു ആള് ഡാൻസിനെല്ലാം ഉണ്ട് കേട്ടോ. പറ്റിയെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താം. നമ്മളെ ആദ്യമായിട്ട് പിന്നെ അസ്ബു ആദ്യമായിട്ട് സ്റ്റേജിൽ കയറാൻ വേണ്ടി പോകുന്ന. അപ്പോൾ സ്കൂളിൽ തന്നെയാണല്ലോ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ലീവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടായിരിക്കും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഡാൻസിനകത്ത് ഇവളാണ് ഇത്ര മെയിൻ ക്യാരക്ടർ. കാണാൻ നല്ല ക്യൂരിയോസിറ്റിയോ എക്സൈറ്റ്മെൻ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരവിടെ ആക്കിയിട്ട് വന്നത്, ഇല്ലേ കൂട്ടിയിട്ട് വന്നേനെ. അങ്ങനെ എക്സാമൊന്നും അല്ല, ക്ലാസ് മാത്രമാണെങ്കിൽ കട്ടാക്കിയിട്ടാണെങ്കിൽ നമ്മളിങ്ങനെ കൂട്ടി വന്നേനെ. പിന്നെ ഇനി നമ്മളിപ്പം നിലവിൽ 1 മാസത്തേക്കാണ് ഇവിടെ സ്റ്റേ വിചാരിക്കുന്നത്. അതിന് പഠിച്ചോൻ്റെ അടുത്ത് കുറയോ കൂടുവോ ദിവസങ്ങൾ എന്നുള്ളത് പഠിച്ചോൻ്റെ അടുത്ത്. അപ്പോൾ അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പം നിലവിലില്ല. പിന്നെ അപ്ഡേഷൻസ് ഒന്ന് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഓരോരുത്തർ വന്നിട്ട് നമ്മളോട് വിശേഷങ്ങൾ ചോദിക്കണം. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നത് മോശമല്ലേ. നമ്മളെ ഇത്രയും സ്നേഹിച്ചിട്ടല്ലേ ഇങ്ങനെ വിശേഷങ്ങൾ വന്നിട്ട് ചോദിക്കുന്നല്ലേ. പിന്നെ നമ്മളെ ഈ ഒരു ഏരിയയിൽ നമ്മൾ കുറേ ഫാമിലി മെമ്പേഴ്സും ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുമുണ്ട് ഇവിടെ എവിടെയാണ് താമസിക്കുക. നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പോഴേ ശരിയാ. പിന്നെ റമീസ് ഖാൻ കാല് നിങ്ങൾ അതുപോലെ തന്നെ ഷിവറിങ് വരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇപ്പോഴത്തെ വിശേഷം, ഇത്രയൊക്കെ തന്നെ. പിന്നെ നെക്സ്റ്റ് വീഡിയോ ബാഗ് പാക്കിംഗ് എല്ലാം ചെയ്യണം എന്നുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തിട്ടില്ല, മൊത്തം സാധനങ്ങൾ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരിക ചെയ്തത്. പിന്നെ സമയം കിട്ടിയിട്ടില്ല പാക്ക് ചെയ്യാൻ. അത് പ്രതീക്ഷിച്ചില്ലല്ലോ. ആ പെയിനും കാര്യങ്ങളും കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നു. വേറെ ബുദ്ധിമുട്ട് പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച എനർജി ആട്ടാ. ഞാൻ ഇതുപോലെ അല്ല ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ. റമീസ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കിടന്നിടത്ത് തന്നെയാണ് മിക്ക സമയത്തും. അപ്പോൾ അതെല്ലാം ഇൻഷാല്ലാ ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ നമ്മുടെ അടുത്തോട്ടേക്ക് കിട്ടട്ടെ. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ജസ്റ്റ് നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലം അത് മാത്രമല്ല, ഇത് നമ്മളിപ്പോൾ ഈ വീടിനെ കുറിച്ചിട്ടും പിന്നെ ഈ ഒരു ഏരിയനെ കുറിച്ച് ഇതൊക്കെ പറയുന്നതായിട്ട് ആൾക്കാർ വിചാരിക്കും നമ്മൾ പെയ്ഡ് പ്രൊമോഷനൊക്കെ ഒന്നും ചെയ്യുന്നതാണ്. പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല, അവർക്ക് അവരൊക്കെ അറിയാൻ. ഞാനിപ്പോൾ പിന്നെ അവരെന്നോട് ചോദിച്ചു, ട്രൈപോഡ് എടുത്ത് വരുന്ന സമയത്ത് അവരെന്നോട് ചോദിച്ചു നിങ്ങൾ യൂട്യൂബേഴ്സ് ആണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ വലിയ യൂട്യൂബേഴ്സ് ഒന്നുമില്ല, ചെറുതായിട്ട്. പിന്നെ സ്ഥിരം എൻ്റെ ഡയലോഗ് ഞാനല്ല വൈഫാന്ന് പറയുന്നത്. അപ്പോൾ പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിനൊരു നല്ലൊരു നമ്മളെ വീടിൻ്റെ അതേ അറ്റ്മോസ്ഫിയർ. ഇപ്പം നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തോട്ടേക്ക് മാറുമ്പോൾ നമ്മൾ കുറേ സ്ഥലം നോക്കിയിട്ടാണ്. ഇതല്ലാതെ
ഇവരോട് സംസാരിച്ചിട്ട് നമ്മൾ വേറെയും ഒരാളോട് സംസാരിച്ച് പിന്നെ ഇവർ തന്നെ നമുക്ക് വേറെയും കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞ ഇതൊക്കെ കാണിച്ചു തന്നെ. പക്ഷെ അതൊന്നും നമുക്കൊരു ഡെലിവറി കഴിഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഇതല്ല. ഇതാകുമ്പോൾ നമ്മൾ സ്വന്തം വീട്ടിൽ എങ്ങനെയാണോ നിൽക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ്. ഇപ്പം കണ്ടല്ലോ ഇതിൻ്റെ. അപ്പോൾ അപ്പം എനിക്കെന്ത് തോന്നി, ശാന്തി ഹോസ്പിറ്റലിൽ വന്നിട്ട് VBAC എല്ലാം ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പിന്നെ ഒരു സ്റ്റേ എങ്ങാനും നോക്കുന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ഹസ്ബൻഡ് കാര്യത്തിൽ എനിക്ക് സ്റ്റേ ഒന്നും വേണ്ടി വന്നിട്ടില്ല. പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ പ്രഗ്നൻസിയും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. റിസ്ക് ഉള്ളതുണ്ടാവും, റിസ്ക് ഇല്ലാത്തതുണ്ടാവും. ഇത് കുറച്ച് കോംപ്ലിക്കേഷൻസ് കൂടിയോണ്ടാണ്. അപ്പം ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയല്ലേ. പിന്നെ നമ്മളെ വിശേഷങ്ങൾ പറയാനും നമ്മുടെ സ്റ്റാൻഡ് പേര് CT ഹോംസ് അല്ലേ. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കലുണ്ടെന്ന് പറഞ്ഞിട്ടാ. ഇതുപോലെ തന്നെ ഇവർ അന്വേഷിച്ചിട്ട് പിന്നെ ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ എങ്ങനെയാണ് ചോദിക്കുക, നിങ്ങൾക്ക് ആവശ്യം വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരെ കോൺടാക്ട് ഷെയർ ചെയ്യാം. ഞാനിപ്പം വീഡിയോൻ്റെ അകത്തൊന്നും ഉൾപ്പെടുത്തുന്നില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടില്ല. നമ്മളെ ഇപ്പോഴത്തെ അപ്ഡേഷൻസ് പറയാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്നതും കൂടെ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നെഗറ്റീവ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരും കൂടെ ഒന്ന് സന്തോഷിക്കട്ടെ അല്ലേ. അതെ, നിങ്ങൾ ബാക്കിയുള്ളവർ മാത്രം സന്തോഷിച്ചാൽ മതി. പിന്നെ ഞാൻ റെമിസ്കി പിരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഭയങ്കര ബൾജായിട്ട് ഒരു ഹൾക്കിൻ്റെ രൂപം ഉണ്ടാവും. ഒന്നാമത് എനിക്കിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചേർന്ന മുകളിൽ കുഷിനിട്ടിട്ടായിരിക്കുന്നത്. രണ്ടാമത് ഞാൻ നല്ലപോലെ വെയിറ്റ് വെച്ചിട്ടുണ്ട്, നല്ല സ്വെല്ലിങ് ഉണ്ട്. കാലിൻ്റെ എല്ലാം സ്വെല്ലിങ് എല്ലാം ഞാൻ ഇടയ്ക്ക് വീഡിയോസൊക്കെ ഫണ്ട് വീഡിയോസ് ആക്കിയിട്ടെല്ലാം ഇൻസ്റ്റയിലെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരിങ്ങനെ പറയും, പിന്നെ ഇവിടെ നോക്കി ഞാൻ മെല്ലിച്ചു പോയി. അതൊന്നും അല്ല കേട്ടോ, ലൂസ് ടീഷർട്ട് ഇട്ടിട്ടാണ്. ഇത് ഞാനും കൂടി ഇടും, അപ്പോൾ പിന്നെ എന്തായാലും ലൂസാവുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷം. കുഞ്ഞു വീഡിയോ, അങ്ങനെ ഒരുപാട് ഓവർ നീട്ടി വിളിക്കുന്നില്ല. പിന്നെ നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് പറയും. പിന്നെ എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഈ പ്രഗ്നൻസി സ്റ്റോറി ഞാൻ വേറെ തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പറയും. അല്ല വേണ്ട, നിങ്ങളും കൂടി കൂട്ടിയിരിക്കണം. അല്ല എന്താ അറിയോ, എൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇല്ലേ ഏറ്റവും കൂടുതൽ കണ്ടറിഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ പറയാനുണ്ടാവും. അപ്പോൾ ഇൻഷാല്ലാ ഇല്ല, എനിക്ക് പറയാനായിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഞാൻ ഈ കാര്യങ്ങളൊന്നും ഞാൻ ബുദ്ധിമുട്ടായിട്ട് കണ്ടിട്ടില്ല. അല്ല അങ്ങനെയല്ല, എൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നോക്കിയതല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ദിവസങ്ങളിൽ റുട്ടീൻ ചെക്കപ്പ് ഉണ്ട്. വാവ വേഗം വരുമോ പിന്നെ സമയത്തിനാണോ വരിക അതൊന്നും അറിയില്ല. അതൊക്കെ ഇനി ഡോക്ടറെ അടുത്ത് പോയിട്ട് പിന്നെ അതിനിടയ്ക്ക് നമ്മൾ ബാക്ക് ചെയ്യണം. ബാഗ്, ഹോസ്പിറ്റൽ ബാഗ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പോലെ വലിയ കഷ്ടപ്പെട്ട് ബാഗ് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നാലും ബാഗ് പാക്ക് ചെയ്യാൻ പറ്റാത്ത ഫസ്റ്റ് ടൈം മാത്രമാവുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഹെൽപ്പ് വന്നു. കാരണം എൻ്റെ ഇത് 3rd എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പം എന്തൊക്കെയാണ് നമുക്ക് അത്യാവശ്യം ഹോസ്പിറ്റലിൽ വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയാം, ഏകദേശം അറിയാം. അപ്പം അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട് ഇൻഷാല്ലാ. പിന്നെ ഞാൻ എൻ്റെ രാവിലെ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞിട്ടില്ല. എന്താ ഫിഷ് മേടിക്കാൻ പോയത്. അതുപോലെ തന്നെ ഓമശ്ശേരിയിലെ ആൾക്കാർ അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ഇന്ന് ഞാൻ രാവിലെ ഫിഷ് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ ഇടയിലൊന്ന് കയറി പറയട്ടെ. ഓമശ്ശേരിയിലെ ആൾക്കാരെന്ന് പറയല്ലേ, ഓമശ്ശേരിയിലെ ആൾക്കാർ ഓക്കെ. നമ്മളിപ്പം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പറയുന്നത് കോഴിക്കോട് ജില്ലേനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം, സ്നേഹത്തിൻ്റെ കാര്യത്തിൽ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ. പക്ഷെ അല്ല, ഞാൻ ഇവിടുത്തെ കാര്യം കേട്ടോ പറഞ്ഞത്. ഞാനിവിടെ ഫിഷ് മേടിക്കാൻ പോയ സമയത്ത് മത്തി അയിലയും മേടിക്കണം. കാരണം വെച്ചാൽ പൊതുവെ എല്ലാ ഈ സമയത്ത് കഴിക്കാൻ വേണ്ടി പറയുന്നത് എൻ്റെ അടുത്ത് അതായതുകൊണ്ട് നമ്മൾ കൂടുതലും അങ്ങനെയുള്ള മീനുകളെ വാങ്ങുക. പക്ഷെ അല്ല, ഞാൻ മേടിക്കാൻ പോയ സമയത്ത് സാധാരണ ഈ മത്തി അയിലൊന്നും ആരും ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കില്ല. അത് അങ്ങനെ തന്നെ മുഴുവനായിട്ട് കൊടുക്കാറൊന്നും പതിവ് അല്ലേ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് കാരണം നമുക്കിവിടെ പാത്രങ്ങളുണ്ട്, നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളുണ്ട്. പക്ഷെ അത് ഒരു നോർമൽ അത്യാവശ്യത്തിന് നമ്മളിപ്പം സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പോലെ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ കത്രികയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായി.
അങ്ങനെ ഞാൻ സാധനം മേടിച്ചില്ല, സാധനത്തിന് പറഞ്ഞു ഞാൻ കത്രി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ സമയത്തേക്ക് തന്നെ പുള്ളിക്കാരൻ അത് കട്ട് ചെയ്ത് റെഡിയാക്കി ചെയ്തിട്ട് ഞാൻ പറഞ്ഞു. അതും ഈ മത്തി മയില് അതാണ് മെയിൻ കേട്ടോ. ബാക്കി വലിയ മീനുകളൊക്കെ നമുക്ക് സാധാരണ കട്ട് ചെയ്ത് കിട്ടും. ഇങ്ങനത്തെ മീനുകളൊക്കെ നമ്മളിങ്ങനെ വന്ന് നിൽക്കുന്നതാന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം പുള്ളിക്കാരനോട് ചോദിച്ചു കട്ട് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. പറഞ്ഞ ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പൊതുവെ അങ്ങനെ ചെയ്യലില്ല. ഞാൻ എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരനോട് പറഞ്ഞു ഓക്കെ ശരി എന്നാലും എടുത്തോളൂ, ഞാനിങ്ങനെ നമുക്ക് അവിടെ കട്ട് ചെയ്യാനുള്ള സെറ്റപ്പില്ല അതുകൊണ്ട് ചോദിച്ചാന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ റെന്റ് ഇവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഓക്കെ ശരി എന്നിട്ട് പുള്ളിക്കാരൻ കട്ട് ചെയ്തത്. മാഷാഅല്ലാഹ്. അങ്ങനെ നല്ല അതെ, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ ഒരു സ്റ്റേ കിട്ടാൻ വേണ്ടി അപ്പോൾ ഈ ഒരു എന്താ പറയുക ബിൽഡിങ്ങിന്റെ ഓണേഴ്സ് രണ്ടുപേരും അങ്ങനെ എന്തോ ആണ്, കറക്റ്റ് നമുക്കറിയില്ല. ഒരാളാണെന്ന് തോന്നുന്നു, മറ്റേ നോക്കുന്ന ഒരാളാണ്. എനിക്ക് നമുക്ക് അറിയില്ല, പുള്ളിക്കാരനെ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഞാൻ 2 ദിവസമായിട്ട് ഞാൻ പുള്ളിക്കാരനെ വിളിക്കുന്നുണ്ട്, ഫോണ് വിളിച്ചിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായത്. പക്ഷെ അവരാണെങ്കിൽ പോലും ഉണ്ടല്ലോ, നമ്മൾ വിളിക്കുന്ന സമയത്ത്, നമ്മൾ ഓരോ ആവശ്യത്തിനും വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുക, നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാം. അൽഹംദുലില്ലാഹ് മാറി നിൽക്കുന്നതിൻ്റെ അകത്ത് ആകെ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് മക്കൾ കൂടെ ഇല്ലാത്തത്. പിന്നെ മക്കളും ഉമ്മയും പിന്നെ റമീസ് ഖാൻ്റെ ഉമ്മ പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് വരാമെന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ ആദ്യം കുട്ടി ഉള്ളതല്ലേ. മക്കളും ഉമ്മയും 14-ാം തീയതി ഹസ്ബൻഡിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരും പറഞ്ഞ്. ഇനിയിപ്പോൾ അതിന് മുമ്പേ എൻ്റെ ഡെലിവറി ഉണ്ടാവുമെന്നറിയില്ല. ഈ വീഡിയോ ഞാൻ എപ്പോഴാണ് ഇടുന്നതെന്ന് അറിയില്ല കേട്ടാ. ഓവർ എഡിറ്റിംഗ് ഒന്നും ഇല്ലാണ്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊന്നുണ്ടെങ്കിൽ അത് ക്ഷമിച്ചാളെ. കാരണം വെച്ചാൽ എനിക്ക് ഓവർ എഡിറ്റിംഗ് ചെയ്യാൻ വയ്യ. പിന്നെ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോൻ്റെ വിശേഷം എന്ന് പറയുന്നത്. ഇപ്പം തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടാണ്, പിന്നെ ഇടയ്ക്കല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങളൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടാൽ മതി. അപ്പോൾ പിന്നെ നമ്മൾ ഇനിയിപ്പം ബാക്ക് പാക്കാം അത് ആ ഒരു വീഡിയോ ഇടുന്ന അത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം ഇത്രയൊക്കെ തന്നെ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം. നമ്മൾ മക്കളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകൾ തന്നെ വരാം. പിന്നെ ഹസ്ബൻഡും നമ്മളിങ്ങനെ എപ്പോഴും അവരെ നമുക്കെപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. വീട്ടിൽ ക്യാമറ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ ഫോൺ വിളിച്ചിട്ട് തന്നെ ഇതാക്കുന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഉമ്മാൻ്റെ അടുത്ത് അവൾ ഭയങ്കര കംഫർട്ടാണ്, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. വരുന്ന കാര്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ ഇവിടെ വന്നിട്ട് അവരെ എക്സാം കഴിയുന്നവരെ അവരെ അവിടെ നിർത്തണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാണ്ട് വേറെ വഴിയില്ല. ഒന്നത്, രണ്ടാമതെന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തെ കാര്യമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഇതുവരെ വിട്ടേക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഇനി മക്കളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനേ. എൻ്റെ ഈ കോലമൊന്നും കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട ആരും. കാരണം പ്രഗ്നൻ്റ് ആയാലും എല്ലാവർക്കും അറിയാലോ ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളും. ഇതെന്നാ നോക്കിയിട്ട് കഷ്ടപ്പെട്ടു ഇത്. അപ്പോൾ പുതിയൊരു വീഡിയോ ഞങ്ങൾ ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ.